ഞാൻ ജയശ്രീ. ദേവദത്തം ടൈംസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ്. അതായത് കുളം എങ്ങനെ എല്ലാ വർഷവും നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം, അല്ലെങ്കിൽ കുളത്തിനെ എങ്ങനെ സംരക്ഷിക്കാം, അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇന്നിവിടെ എൻ്റെ വീട്ടിലെ കുളം വെട്ടലാണ്. ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ അങ്ങനെ പറയുക, കുളം വെട്ടുക എന്നാണ് പറയുക. പലയിടത്തും പല രീതിക്ക് പറയുന്നുണ്ടാവും. കുളം തേകുക, കുളം വൃത്തിയാക്കുക, ഇങ്ങനെ കുറേ രീതികളുണ്ടാവും. ഈ കുളം വെട്ടൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് 4-5 ആൾക്കാരുണ്ട് ഇവിടെ. അവർ മോട്ടർ കൊണ്ടുവന്നിട്ട് കുളം ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ധാരാളം മീനുകളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ പുറത്തേക്ക് പോകും. പക്ഷേ വലിയ മീനിനെയൊക്കെ ഇവർ പിടിച്ച് നമുക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മീനിനെ കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തിരിച്ച് അതിലേക്ക് തന്നെ കുളത്തിലേക്ക് തന്നെ തിരിച്ചിടും കുളം വറ്റിച്ച് കഴിയുമ്പോൾ. ഈ വറ്റിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുളം ഫുള്ള് വറ്റിക്കും. അതൊരു 4-5 പ്രാവശ്യം ആ ദിവസം ഫുൾ വറ്റിക്കും. കുളം ഫുൾ വെള്ളം വറ്റിച്ച് കളയും. മോട്ടർ കൊണ്ട് വറ്റിച്ചിട്ട് പുറത്തേക്ക് കളയും, അല്ലെങ്കിൽ തെങ്ങിൻ്റെ തടത്തിലേക്ക് ഒഴിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതാകുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം നിറയും. കാരണം ഇതിൻ്റെ ചുറ്റിനും അറിയാം നല്ല ഉറവാണ്, 4 വശത്തും നല്ല ഉറവാണ്. 2 വശത്ത് മാത്രം ഞാൻ കരിങ്കൽ കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. കുളിക്കാൻ വരണത് കൊണ്ട് ഇവിടെ പടവുമുണ്ട്, കുളിപ്പരയുണ്ട്. 2 വശം ഒരു നാച്ചുറൽ സ്റ്റൈലിൽ ഭിത്തിയൊന്നും കെട്ടാതെ ഇട്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. കാരണം ഉറവ് വറ്റിപ്പോണ്ടെന്നും കൂടി എനിക്കൊരു പേടിയുണ്ട്. എല്ലാ വശവും വെച്ച്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഭിത്തി കെട്ടിയ സ്ഥലത്ത് നല്ല ഉറവുണ്ട്. നമ്മുടെ ഒരു എന്താ പറയണത്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ചെറുപ്പം മുതലേ നമ്മളിതൊരു ആഘോഷമാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അത് കുളം വറ്റിച്ച് അത് കുളം വൃത്തിയാക്കുന്നു. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും എനിക്ക് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എൻ്റെ വീട്ടിലാണ് ഈ കുളമെങ്കിലും ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, പ്രകൃതി നമുക്ക് തന്നതാണ്. ആ കുളം സംരക്ഷിക്കേണ്ട ജോലി എൻ്റേതാണെന്ന് എനിക്ക് നല്ല ബോധമുള്ളത് കൊണ്ട് ഞാൻ എത്ര പൈസ ആയാലും, കാരണം ചിലപ്പോൾ ഒരു 20-25,000 രൂപ ഒരു പ്രാവശ്യം വേണ്ടി വരും, എന്നാലും ഞാനത് കണക്കാക്കാറില്ല. കാരണം ഏതെങ്കിലും കാലത്ത് വെള്ളം ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ വരദാനമാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവിനെ തലമുറകളായിട്ട് പകർന്നു കൊടുക്കാനും കൂടി അവരെയും കൂടി കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും ഞാനിതിൽ കുളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. എൻ്റെ ചെടികൾക്കെല്ലാം, ഈ പറമ്പിൽ ഫുള്ളും ചെടികൾക്കും പച്ചക്കറിക്കും എല്ലാം നനയ്ക്കുന്നതും ഇതിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്കൊരു വെള്ളത്തിനൊരു ക്ഷാമം ഉണ്ടാവാറില്ല. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ ഉറവുള്ളത് കൊണ്ടും ഈ വെള്ളം ഇവിടെ കിടക്കുന്നതുകൊണ്ടും പൊതുവെ കിണർ കുഴിച്ചാലും ഇവിടെ ഈ പ്രദേശത്തെല്ലാം, എൻ്റെ വീട്ടിൽ മാത്രമല്ല കുളമുള്ളത്, മിക്കവാറും എല്ലാവരുടെയും വീട്ടിലും ഓരോരോ കുളങ്ങളുണ്ട്. എല്ലാവരും അത് സംരക്ഷിക്കണം. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് പ്രകൃതിയുടേതാണെന്ന് നമുക്ക് നല്ല ബോധം വേണം. ഓക്കേ.